ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ പായസം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സൊക്കെ അതിലേക്കിട്ട് കുറച്ച് സമയം വെക്കണം. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 2 വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പായസം എന്ന് പറയുമ്പോൾ നല്ല മധുരമുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് അത്ര വലിയ മധുരം ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിലിട്ട് വെക്കുമ്പോഴാണ് അതിന് നല്ലൊരു മധുരം പിടിച്ച് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കുറച്ച് വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ഈ ഫ്രൂട്ട്സ് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം. പിന്നെ ലാസ്റ്റ് ഈ വെള്ളം നമ്മൾ എടുക്കുന്നില്ല, അപ്പോൾ വെള്ളം കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാ ഫ്രൂട്ട്സും 1/2 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മാതള നാരങ്ങ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കുമ്പോഴേക്കും ഈ ഫ്രൂട്ട്സിലൊക്കെ നന്നായിട്ട് പഞ്ചസാര പിടിച്ചു കിട്ടും. ഇനി നമുക്കൊരു കടായിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാൽപ്പൊടി അല്പം ചൂടുവെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ. ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ എടുത്തു വെച്ച പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചൊവ്വരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാല് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കാം.
പായസത്തിലേക്കുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സിൻ്റെ നിറം മാറി വരുന്നുണ്ട്. ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഈ പായസത്തിൽ കാഷ്യൂ നട്ട്സൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫ്രൂട്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ കാഷ്യൂ നട്ട്സും കിസ്മിസും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ പായസത്തിലേക്ക് തയ്യാറാക്കി വെച്ച പാലിൻ്റെ കൂട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഊറ്റിയെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇത് തണുത്ത് വന്നപ്പോൾ ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഇത് ഒന്നുകൂടെ തിക്കായിട്ട് പോകും. അപ്പോൾ നമുക്കൊരു പായസം പോലെ ഇത് കുടിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ നമ്മളിത് എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു 10 മിനിറ്റ് മുൻപ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിൽ പൈനാപ്പിളൊക്കെ ഉള്ളത് കാരണം ഇത് കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ചേർത്ത ഉടനെ തന്നെ ഇത് സെർവ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒന്നുകൂടെ ഒന്ന് കുറുകി വരില്ല. അപ്പോൾ നമുക്ക് പായസത്തിൻ്റെ ഒരു പാകത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ചേർത്തിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് പായസം ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇപ്പോൾ 10 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ പായസം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കിനൊന്നും ആവശ്യമില്ല. നമ്മളിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുകയാണെങ്കിൽ ഇത് കുടിക്കാൻ പറ്റാത്ത രീതിയിൽ തിക്കായിട്ട് പോവും. അപ്പോൾ ഇത് ഒരു പായസത്തിൻ്റെ പാകമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് പായസം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുന്ന മിക്സഡ് ഫ്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്